ശേഷമാണ് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് പിടിച്ച കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നമ്മള് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ കറണ്ട് ഇല്ലാത്തോണ്ട് എന്താ ചെയ്യേണ്ടത്? ചമ്മന്തി എല്ലാം കഴിച്ചു കേട്ടോ. വിശക്കെന്ന് പറഞ്ഞു. വാ മോളെ, വാ വാ, അതൊക്കെ എടുത്തിട്ട് വരണ. ഇപ്പൊ കഴിയണേ ഞാൻ മണ്ടൂല. ഇത് എണ്ണ മൊത്തം കമിച്ച് നീരല്ല. നല്ല വെയിലുണ്ട് ഗൈസ്. പക്ഷെ ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിന്ന് 5:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുന്നേറ്റ ശേഷം പൂജയ്ക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പം മിന്നൂട്ടിക്ക് ക്ലാസ് ഇല്ല. അതുകൊണ്ട് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പൂജനെ പറഞ്ഞയച്ചിട്ടോ. അതിന് ശേഷമാണ് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് വന്നിട്ട് കിടന്നത്. ചുമ്മാ കിടന്നതാണ്. അപ്പോഴത്തേക്കും കറണ്ടും പോയി. അങ്ങനെതാ ഞാനാണെങ്കിൽ ഇപ്പം എഴുന്നേക്കാൻ പോണു. കുറച്ച് നേരം കിടന്നു. മിന്നൂട്ടിയാണെങ്കിൽ അതിവിടെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരം കൊച്ചു ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എഴുന്നേറ്റിട്ട് അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് പോകാം കേട്ടോ. ഞാനാണെങ്കിൽ തുണിയൊക്കെ അലക്കിയിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ പിഴിയാനാകുമ്പോഴത്തേക്കും കറണ്ടും പോയി. ഇനിയിപ്പോൾ കറണ്ട് വരാതെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ എന്തൊക്കെയോ പണിയുണ്ട്. അപ്പം നമുക്കത് ചെയ്യാമല്ലേ. ഇന്നാണെങ്കിൽ മിന്നൂട്ടിക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് മിന്നൂട്ടീനെ കുറച്ച് ഒരുക്കാനുണ്ട്. തലയിലൊക്കെ എണ്ണ ഇടണം മിന്നൂട്ടിക്ക്. പിന്നെ നഖമൊക്കെ വെട്ടാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ചെയ്യാമല്ലേ. അപ്പോഴത്തേക്ക് കറണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറണ്ടാണെങ്കിൽ രാവിലെ തൊട്ടേ ഇങ്ങനെ കേട്ടോ വരുന്ന് പോന്ന് അങ്ങനത്തെ പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താവുന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് തുടങ്ങാം അല്ലേ. വരുമ്പോൾ വരട്ടെ, അത്ര തന്നെ. അങ്ങനെ ഞാൻ എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റിട്ട് മിന്നൂട്ടിക്ക് എണ്ണയൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ മിന്നൂട്ടാണെങ്കിൽ സ്കൂളിൽ രാവിലെ പോകുന്നതുകൊണ്ട് പിന്നെ തലയിൽ രാവിലെ കുളിക്കാറില്ല. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇടയ്ക്കേ കുളിക്കാറുള്ളൂ. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിപ്പിക്കണം. എണ്ണ തേപ്പിച്ച് കൊടുക്കാം. അതിന് പിടിച്ച കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതാ മിന്നൂട്ടി ഇവിടെ ഉണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ഇല്ല ഗൈസ്. ഇതാ മിന്നൂട്ടിയുടെ സ്കൂട്ടിക്ക് ലൈറ്റ് ഉണ്ട്. ഇന്നെന്താ സ്കൂളിൽ പോവാത്ത മിന്നു? അതെന്തേ? ഗ്രീൻ ഡേ ആയതുകൊണ്ടല്ല, സാറ്റർഡേ ആയതുകൊണ്ട്. അപ്പൊ എത്ര ദിവസം സ്കൂളില്ല? ഇന്നെന്ത് ദിവസം? ഇന്നെന്ത് ദിവസം? സാറ്റർഡേ. നാളെയോ? അപ്പൊ എന്തുകൊണ്ട് സ്കൂളില്ലാത്ത? സാറ്റർഡേ സൺഡേ മിന്നിന് എപ്പോഴും സ്കൂളില്ലല്ലോ. അതുകൊണ്ടാണ് കുട്ടി. സാറ്റർഡേ സൺഡേ മിന്നിന് എപ്പോഴും. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നെ പുറത്തോട്ട് വിളിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തോട്ട് പോയി. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ഫ്ലോറിലുള്ള ഫ്രണ്ട്സാണ്. ഒരാൾ തമിഴാണ്, 2 പേര് ഹിന്ദിക്കാരാണ്. ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടാണ് എപ്പോഴും വർത്താനം പറയാറുള്ളത്. വീഡിയോ എടുക്കുമ്പോൾ അവരെടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മിന്നൂട്ടി എടുത്ത വീഡിയോ ആണ്. ഫുള്ളായിട്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇത് ഞാനെടുത്തതാണ് മിന്നൂട്ടി ഡാൻസ് കളിക്കുമ്പോൾ. മിന്നൂട്ടി ആണെങ്കിൽ പുറത്തിറങ്ങാൻ കിട്ടിയ ഒരവസരവും മിസ്സാക്കില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറിപ്പോയി. നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്നലത്തെ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കി വെച്ചിട്ട് നമുക്ക് എണ്ണ തേക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. എണ്ണ തേക്കൽ ഇത്രയും ഇതായിട്ട് പറയണമെന്നൊന്നും വിചാരിക്കുന്നില്ല. ചുമ്മാ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയില്ല. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പം ഞാനിതേട്ടോ വെള്ളം നേരത്തെ തിളപ്പിച്ചിനി. അപ്പം അതിലേക്ക് ഇപ്പം ചോറ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിളച്ച് വന്നാൽ ഊറ്റാൻ വേണ്ടിയിട്ട് പാത്രം എവിടെയാ വെച്ചത്? ഞാനിതാ അരിപ്പ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടാ. ഒന്ന് കഴുകിയെടുക്കാം. അടിയിൽ വെച്ചതല്ലേ. ഇവിടേക്ക് വെച്ചിട്ടുണ്ട് കുട്ടി.
ഇന്നലെ ഒത്തിരി ചോറ് ബാക്കിയായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ചൂടാക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അവിടെ തന്നെ ആയി പോകുന്നത്. ചൂടാക്കി വെച്ചാൽ നല്ലതാണ്. അപ്പൊ മിന്നൂട്ടി ഇതാ ആദ്യേ ദോശയും ചമ്മന്തി എല്ലാം കഴിച്ചുട്ടോ. വിശക്കെന്ന് പറഞ്ഞു. അവർക്ക് സ്കൂളിൽ ഈ ടൈം ആകുമ്പോ അവിടെ രണ്ടാമത്തെ ഫുഡ് കഴിക്കുന്ന ടൈമാണ്. അതുകൊണ്ടാണ് അവർക്ക് വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും വേണം ഈ സമയമാകുമ്പോൾ. അപ്പൊ ദോശ ഉണ്ടായിരുന്നു. അങ്ങനെ ദോശയും ചമ്മന്തി നന്നായിട്ട് വടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കഴുകി വെക്കാം. വെച്ചിട്ടുണ്ട്. നമ്മളെ ചോറ് നന്നായിട്ട് തിളച്ചു കിട്ടോ. തിളച്ച് വന്നു. ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് ഊറ്റാം. ഒരുപാട് നേരം ഇതിനകത്ത് വെച്ചിട്ടൊന്നും നിക്കണ്ട. അപ്പൊ ഉടഞ്ഞു പോകും ചോറ്. അയ്യോ കായ. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അരിയല്ല കേട്ടോ, ചോറ് ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോറ് വെക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി വെക്കാം. ഒരു ഗ്ലാസ് ആയിട്ട് വെക്കാം. അത്രേ വേണ്ടു. ഇനി എന്ത് കറി വെക്കും എന്നാണ് ഞാനിപ്പോ ചിന്തിച്ചത്. അപ്പൊ നമ്മള് നേരെ ഇതാ ബാൽക്കണിയിലേക്ക് പോവാണ്. എണ്ണ തടലും നഖം വെട്ടലും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരാട്ടോ. അപ്പൊ ബൈ. നിങ്ങളും വാട്ടോ. ഞങ്ങൾ നഖം വെക്കുന്നതും എണ്ണ തടുന്നതും ഒക്കെ ഞങ്ങൾ കാണാം. മിന്നു വാ. മിന്നു ഗെയ്സ്, മിന്നൂട്ടി അവിടെ കിടക്കുകയാണ്. മടി പിടിച്ചിട്ട് വരുന്നില്ല കേട്ടാ. ബാ വേഗം വാ മിന്നു. അമ്മ പോകുന്നുണ്ട്. മിന്നു വരുന്നില്ലേ? വാ മോളെ ബാൽക്കണിയിലേക്ക് വേഗം വാ. നല്ല മോളതെങ്ങ് വരും. ഓടി വരണേ കേട്ടാ. അപ്പൊ നമ്മള് ബാൽക്കണിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. വാ അതെടുത്തിട്ട് വരണ്ട. അതെടുത്തിട്ട് വന്നാ അത് താഴെ വീണു. പറഞ്ഞ കേൾക്കൂല അല്ലേ? ഗുഡ് ഗേൾ അല്ല അന്നേരം. മിനു വാ. അങ്ങനെ ഞാൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. മിന്നൂട്ടി വരുന്നില്ല ഗേസ്. അവള് വരുള്ളൂ. നല്ല കുട്ടിയാണ്. അവള് ഗുഡ് ഗേൾ ആണ്. അവള് ഇപ്പൊ ഓടി വരും. ഞാൻ പറഞ്ഞില്ല അവള് കുഞ്ഞിന്. ഹായ് മിന്നു. ഇരിക്കൂ മിന്നു. നമുക്ക് നഖം വെട്ടാം മിന്നു. കുറച്ചേ ഇല്ലു ഗൈസ്. ഒരുപാടൊന്നുമില്ല. നോക്കട്ടെ. അങ്ങനെ നമ്മള് മിന്നൂട്ടിയുടെ കാലിന്റെ ആദ്യം മുറ്റാൻ പോവാണ്. ഇപ്പൊ കഴിയണേ. ഈ കുറുമ്പത്തില്ലേ നഖം വെട്ടാൻ ഇവക്ക് ഇത്തിരി പാടാണ്. ഇത് നഖം വെട്ടുമ്പോൾ സൗണ്ടാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് നഖം വെട്ടുമ്പോ? ഇല്ല, അക്ഷരം മൊത്തം പഠിക്കും തോന്നുന്നു. അതെന്ത് ഭാഷ?
കാല് കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു തരൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു മൈനക്കുട്ടി ഉണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. നമ്മുടെ വീട്ടിലല്ല കേട്ടോ, നമ്മുടെ ഈ ക്വാർട്ടേഴ്സിൻ്റെ സൈഡിലെ ഭാഗത്തായിട്ട് അത് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. അമ്മയും 2 മക്കളുമാണ് ഉള്ളത് കേട്ടോ. ഇപ്പൊ പല പല സൗണ്ടുകളും കേൾക്കാൻ പറ്റും. കാക്ക നല്ലപോലെ നഖം ഉണ്ടായിരുന്നു. കഴിക്കില്ല, കഴിക്കാൻ മണ്ണ് വെട്ടിയിട്ടേ. കഴിക്ക കുറച്ചുണ്ട്, അത് വെട്ടണം. നോക്കട്ടെ, കുറച്ച് നോക്കട്ടെ, ഇച്ചിരി നോക്കട്ടെ. കൈക്ക് ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ സമ്മതിക്കുന്നില്ല അത് വെട്ടാനുള്ളു. എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് നഖം വെട്ടുമ്പോ ഭയങ്കര പേടിയാണ്. ആണല്ലേ നീ ആ ഈ ഊ എന്ന് പറയുന്നേ? വെറുതെ ആക്കി എന്നാ കൈതാ. അങ്ങനെ നമ്മളെ നഖം വെട്ടൽ കഴിഞ്ഞു. കൈക്ക് ഇല്ല, നഖം ഇല്ല നമുക്ക്. ഈ കൈക്കുണ്ട്, ഈ കൈക്ക്, ഈ കൈക്ക് ഒന്ന്, ഒരു കൈക്കുണ്ട്. ഞാൻ മിണ്ടൂല. ഞാൻ എന്നോട് ചോദിച്ചു ഗൈസ്, ഇത് എന്നെ മൊത്തം കമിച്ച് നീരല്ല. എന്നെ വീണതാ. ഉപ്പിട്ട് കമിച്ച പിന്നെ എണ്ണ വീഴൂലേ? ഇവിടെ ഇരിക്കും. അമ്മ ഇവിടെ എന്തൊക്കെയോ ചെയ്യണേ. അത് അതിന്റെ ഒട്ടലൂടി വെള്ളം എണ്ണ വരൂടി. അങ്ങനെ നമുക്ക് മിന്നുട്ടിക്ക് നല്ല പോലെ എണ്ണ തേച്ചു കൊടുക്കാം കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഈ തലയിൽ പേൻ കൂടിയതാണ്. ഇതുവരെ പോയില്ല കേട്ടാ. അപ്പൊ ഈരുണ്ട്, കുഞ്ഞു 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 ഈരൊക്കെ ഉണ്ട്. നല്ല വെയിലുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ പെട്ട് കിടക്കാണ്. തുണി വിരിച്ചിടാൻ പറ്റില്ല ഗൈസ്. മിന്നോട്ട് പോയിട്ടാ. ഞാൻ പകുതി തടിയതേ ഇല്ല, ഫുള്ളായിട്ടില്ല. ഞാനും തടാന്ന് വിചാരിച്ചു. മുടി ഇതാ കണ്ട. അങ്ങനെ നമ്മളെ എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കുറച്ചും കൂടി തേച്ചു തരാം അമ്മ. മിന്നു അപ്പൊ മിന്നോട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിടക്കൊക്കെ മാറിയിട്ട് ചുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ തേച്ചു കൊടുക്കാം. അത് വിരുന്നാലില്ലേ, അത് മറിയുമ്പോ നിന്റെ കാലിൽ കൊള്ളും. പിന്നെ ഞാൻ മാന്തിന്ന് പറയല്ലേ? ഓക്കെ പറയോ അമ്മ? മാന്തിന്ന് പറയുന്ന പറയട്ടെ. നല്ല ഇരുണ്ട് ഇതിനകത്തൊക്കെ. അമ്മ മിന്നുനെ മാന്തൂല. മങ്കിയോന് മാന്താൻ. എണ്ണ വെറുതെ കളയല്ലോ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് വന്നു. കറണ്ട് ഇതുവരെ വന്നില്ല. എന്നാൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആദ്യം ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മിന്നുട്ടിക്ക് ഒന്ന് കുളിക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ തുടക്കാൻ പോവാണ്. മിന്നുട്ടി കണ്ടിട്ടോ തുടക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. തലയോ ഏതോടലോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഇതിനകത്ത് അറിയില്ല. എന്നാൽ നമുക്ക് കണ്ടു നോക്കാം അല്ലേ? ഞാൻ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതുകൊണ്ട് നമുക്ക് തുടക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. കറണ്ട് വരട്ടെ എന്ന് വിചാരിച്ചാൽ ഇത്ര നേരം നിന്നത്. എന്നാൽ പിന്നെ നമ്മൾ തുടക്കുമ്പോൾ ഫാൻ ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കും. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. മിന്നൂട്ടി വീഡിയോ എടുക്കുന്നുണ്ട്, കൊള്ളാമോന്നറിയില്ല. അപ്പോൾ അതാ പുറത്തൊരാൾ ഒരു ഫ്രണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുടക്കുകയാണ്, അവൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഇത്തിരി കഴിഞ്ഞിട്ട് വിടാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുമ്പോൾ. വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കർട്ടൻ അങ്ങ് നീക്കിയതാണ്. പക്ഷെ അതായിരുന്നു പ്രശ്നം. കർട്ടൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടി കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ മിന്നൂട്ടിക്ക് അത് അറിയാത്തത് കൊണ്ട് ഞാൻ ക്ലിയർ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ച് കാണുമെന്ന്. ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ ക്ലിയർ ഇല്ല, അല്ലെങ്കിലേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ഇല്ല ഇത്. പിന്നെ ആ പുറത്ത് നിൽക്കുന്ന മിന്നൂട്ടിയുടെ കൂട്ടുകാരൻ ഉള്ളിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ അവനായിരുന്നു പിന്നെ വീഡിയോ എടുക്കൽ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. എടുത്തത് തന്നെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അടിക്കേണ്ട പണി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് കറണ്ട് പോയത്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ എടുക്കേണ്ടി വന്നു. തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ച് പ്രോബ്ലം ഉണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ റൂമും അടുക്കളയും ഒക്കെ തുടച്ച് കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മിന്നൂട്ടിക്ക് തലക്ക് ക്ലിപ്പ് കുത്തണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് ക്ലിപ്പൊക്കെ വെച്ച് കൊടുത്ത്. ഇന്നലെ ഗ്രീൻ ഡേ ആയതുകൊണ്ട് മൊത്തം ഗ്രീനിലായിരുന്നു കേട്ടോ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ ഗ്രീൻ ക്ലിപ്പൊക്കെ വെച്ചുകൊണ്ട് കണ്ണാടി നോക്കി ഡാൻസ് കളിക്കലാണ് പണി. അവളവിടെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലായിടത്തും തുടച്ചു കിട്ടോ. അപ്പോഴത്തേക്ക് അവർ പുറത്ത് പോയി കളിക്കുന്നുണ്ട് ബാൽക്കണിയിൽ. അങ്ങനെ ഞാൻ മെല്ലെ അവരുടെ വീഡിയോ എടുത്തതാണ്. അവർ ഹിന്ദിയിൽ സംസാരിക്കുന്ന കേൾക്കാട്ടോ. പിന്നെ നന്നായിട്ട് ഇപ്പോൾ ഹിന്ദി പറയും കേട്ടോ, നന്നായിട്ട് പഠിച്ചു അവള്. और बड़ा गाड़ी थे, मैंने देखा था इतना बड़ा गड़ था, उसमें एक गाड़ी बड़ा सी था। मैंने तो घूमने गया था, उधर छोटा सा कुत्ता था, भूत था। कुत्ता ने बोला कुत्ता ने भूत काट दिया। मैंने तो देखा था आज उसने गड़ को तोड़ दिया है। तो भूत इतना बड़ा था, उन्हें काट के उसका दांत टूट गया तो उसको गाड़ी से ऐसे जंप करके तोड़ कर दिया। उसे ये कार से ना वो गाड़ी से इतना बड़ा गड़, उधर देखो इतना बड़ा गड़ है। കറണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇതാ മിഷനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഓൺ ചെയ്യാൻ പോവാണേ. നമുക്ക് പിഴിയാനേ ഉള്ളൂ, അതുകൊണ്ട് പിഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിടാലോ. ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നേ. മെഷീൻ ഇതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റും കൂടി ആയാലും നമ്മുടെ തുണി റെഡിയാവും. അപ്പം നേരത്തെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ പകുതി ആയി. പരിപ്പ് വേവിച്ച് വെച്ച് കോയക്ക മുറിച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട്, ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കോയക്കയും കൂടി വെച്ചിട്ടുണ്ട്. പരിപ്പ് പുളിവെള്ളം വെക്കാം കേട്ടോ. അപ്പം തക്കാളിയെല്ലാം മുറിച്ചിട്ടിട്ട് ആദ്യം നമ്മുടെ പരിപ്പ് തക്കാളി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പുളിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. കോയക്ക വെന്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കോയക്ക ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ നമ്മളൊരു പരിപ്പ് വെച്ചിട്ടൊരു പുളിവെള്ളം, ഞങ്ങളുടെ നാട്ടിൽ പുളിവെള്ളം എന്നാട്ടോ പറയുന്നത്, പുളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ്, ഒഴിച്ച് കറി, അതുണ്ടാക്കി. പിന്നെ നമ്മൾ ചോറ് ഞാൻ നേരത്തെ ചൂടാക്കിന്. പിന്നെ അതാ കുറച്ച് ചോറും കൂടി, ഒരു ഗ്ലാസ് അരി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ പുളിവെള്ളം വെച്ചപ്പോൾ എൻ്റെ കുക്കറിൻ്റെ ഇടായതാണ്. ഞാൻ നല്ല വൃത്തിക്കൊന്നും കഴുകിയില്ല. നമുക്കപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആ ചോറും കൂടിയാൽ നമ്മുടെ പണി കഴിഞ്ഞു.
നമ്മളിപ്പോൾ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്, വെള്ളം ചൂടാക്കി വെച്ചു, ബാക്കിയുള്ള പണിയായിട്ടോ. കിച്ചണൊക്കെ ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. മിന്നൂട്ടീനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് മിന്നൂട്ടീനെ കുളിപ്പിച്ചിട്ട് ഇതാ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവളെ കുളിക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ TV ഓഫ് ചെയ്തു. അങ്ങനെ എന്നോട് പിണങ്ങിയിട്ടിരിക്കുകയാണ് ആള്. പിന്നെ ഞാനും കുളിച്ചു. എന്നിട്ട് നമ്മുടെ തുണിയൊക്കെ ബാൽക്കണിയിൽ ആറിയിട്ടു. മിന്നൂട്ടിക്ക് ചോറൊക്കെ കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് മിന്നൂട്ടിക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ട്യൂഷന് വിട്ടിട്ടുണ്ട്. അത് നമ്മളെ റൂമിൽ തന്നെയാണ് ട്യൂഷൻ. അവൾ ട്യൂഷനൊക്കെ വിട്ട ശേഷം ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത് പുളിവെള്ളം ഭയങ്കര ടേസ്റ്റാണ്. അതെങ്ങനെ വെച്ചാലും പരിപ്പ് വെച്ചിട്ടോ തോര വെച്ചിട്ടോ പയർ വെച്ചിട്ടോ ഒക്കെ വെച്ചാലും ടേസ്റ്റാണ്. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു, കോയക്കുപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മിന്നൂട്ടി സ്കൂളിൽ പോയില്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.